ഹലോ കൂട്ടുകാരെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഫോൺ കോൾ എടുത്തെടുത്ത് മടുത്തതുകൊണ്ടാണ്. കുറേ ദിവസങ്ങളായിട്ട് ഈ ഒരു വിഷയം വെച്ചിട്ട് ഒത്തിരി കോളുകൾ വരുന്നുണ്ടായിരുന്നു. അതായത് അടുത്ത ഞായറാഴ്ച 20-ാം തീയതി, നമ്മളുടെ ഈസ്റ്റർ ഞായറാഴ്ച, ഇവിടെ ഇസ്രായേലിൽ ബസ്സും ട്രെയിനും സർവീസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒത്തിരി പേര് വിളിക്കുകയുണ്ടായിരുന്നു. വിളിച്ചവരോടൊക്കെ നമ്മൾ പേഴ്സണലായിട്ട് അതിന് മറുപടി കൊടുത്തു. ഗ്രൂപ്പിൽ വന്ന സംശയത്തിന് ഗ്രൂപ്പിൽ തന്നെ മറുപടി കൊടുത്തു. അന്ന് നോർമൽ ഡേ ആണ്, ബസ്സും ട്രെയിനും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു മറുപടി കൊടുത്തിട്ടും വീണ്ടും പിന്നീട് പുറത്ത് അതിന്റെ ചർച്ചകൾ നടക്കുന്നു, കൺഫ്യൂഷൻസ് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വീണ്ടും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്കും ഇല്ലാത്തവർക്കുമായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മുടെ ഈ വർഷത്തെ പെസഹായ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ശനിയാഴ്ച വൈകുന്നേരമാണ് പെസഹ തുടങ്ങിയത്. ഞായറാഴ്ചയായിരുന്നു ആദ്യത്തെ മെയിൻ പെസഹ ഹോളിഡേ. അതിനുശേഷം തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം കഴിഞ്ഞു. വെള്ളിയാഴ്ച വൈകുന്നേരം തൊട്ട് ശനിയാഴ്ച വൈകുന്നേരം വരെയാണ് രണ്ടാമത്തെ പെസഹ. ശനിയാഴ്ച വൈകുന്നേരത്തെ സൂര്യാസ്തമയത്തോടു കൂടി മെയിൻ ആയിട്ടുള്ള പെസഹ ആചരണങ്ങളെല്ലാം തീരും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസവും കൂടി നീളുന്ന ഒരു പെസഹ ആചരണമുണ്ട്. അതിനെ ഇസ്രു ഹാഗ് എന്ന് പറയും. അത് എല്ലാവർക്കും ബാധകമല്ല. തീവ്രമത വിശ്വാസികളായിട്ടുള്ള യഹൂദന്മാർ മാത്രമേ അത് പാലിക്കാറുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ജോലിക്ക് പോവില്ല, അവരുടെ സ്കൂളുകൾ വർക്ക് ചെയ്യില്ല. ഇനി അങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും ഒക്കെ നമ്മുടെ ഏജൻസികളിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവര് അന്ന് വർക്ക് ചെയ്യില്ല, അത്രേ ഉള്ളൂ. വർക്കിംഗ് ഡേയ്സിൽ അവർക്ക് തീരുമാനിക്കാം വർക്ക് ചെയ്യണോ വേണ്ടയോന്ന്. പക്ഷെ അത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ ഒരിക്കലും ബാധിക്കില്ല. ഇസ്രോ ഹാഗ് എന്ന് പറയുന്ന ദിവസം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഓപ്പൺ ആണ്, ഒരു സംശയവും വേണ്ട. 19-ാം തീയതി വൈകുന്നേരം ശനിയാഴ്ച തൊട്ട് ഞായറാഴ്ച വൈകുന്നേരം വരെ ബസ് ഉണ്ട്. ഞായറാഴ്ച നോർമൽ ഡേ ആണ്. ഓക്കെ, പ്രത്യേകിച്ച് നമ്മളുടെ ഇത്തവണത്തെ ഈസ്റ്റർ ഞായറാഴ്ചയും ദുഃഖ ശനിയാഴ്ചയും പെസഹ വ്യാഴവും ദുഃഖവെള്ളി എല്ലാം ഇവരുടെ പെസഹായോട് ചേർന്നാണ് വന്നേക്കുന്നത്. നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും പള്ളിയിൽ പോകാനും ജെറുസലേമിന് പോകാനും ഒക്കെ ആഗ്രഹമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ പോകേണ്ടവർക്ക് പോകാം. ഇനി പോകുന്നവർക്ക് പകരമായിട്ട് വരുന്ന റിലീവർമാർക്ക് ബസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. 19-ാം തീയതി വൈകുന്നേരം തൊട്ട് ശനിയാഴ്ച വൈകുന്നേരം ഷബാത്ത് കഴിയുമ്പോൾ തൊട്ട് ബസ് നോർമലി ഓടാൻ തുടങ്ങും. ഓക്കെ, ഇനി നിങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ *8787 എന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഇത് നമ്മൾക്ക് ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം കിട്ടാനുള്ള ടോൾ ഫ്രീ നമ്പറാണ്. അതായത് തഹ്ബൂറാത്ത് സിബൂറീത്ത് എന്ന് പറയും. നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള ഒരു ടോൾ ഫ്രീ നമ്പറാണ്. അവിടെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള ഇൻഫർമേഷൻ കിട്ടും. ഇനി ഇത് ഈ ഹാഗിന്റെ സമയത്തെ ഇൻഫർമേഷൻ മാത്രമല്ല, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സംബന്ധമായ എന്ത് സംശയങ്ങളും നമുക്ക് വിളിച്ച് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും പാസ് ചെയ്യുക. 19-ാം തീയതി വൈകുന്നേരം ഷബാത്ത് കഴിയുമ്പോൾ തൊട്ട് ബസ് ഉണ്ട്. 20-ാം തീയതി നോർമൽ ആണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. താങ്ക് യു.